ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് ഇന്നത്തെ വ്ലോഗ് എന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഗൈസ്, അങ്ങനെ ചേട്ടൻ്റെ കൈയും കാലം പിടിച്ചിട്ടാണെങ്കിലും സെക്കൻഡ് ടൈം ഹെയർ കളർ ചെയ്യാൻ പോവാണ്. എന്റെ വീട്ടിൽ എല്ലാവർക്കും എന്റെ നാച്ചുറൽ ഹെയർ ആണ് കേട്ടോ ഇഷ്ടം. അവരെ കുറ്റം പറയാനും പറ്റില്ല. ജന്മന എനിക്ക് നല്ല ടെക്സ്ചർ ഉള്ള മുടിയാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഞാൻ ഹെയർ കളർ ചെയ്യുന്നത് ട്രിവാൻഡ്രം ഫെയർ സലൂണിൽ നിന്നായിരുന്നു. അവരുടെ സർവീസ്, ക്വാളിറ്റി പ്രൊഡക്റ്റ്, സലൂൺ ആംബിയൻസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛനോട് പറയാണ്ടാണ് ഗൈസ് നമ്മൾ മുങ്ങിയത്. അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറേ ചീത്ത പറയും നമ്മളെ വിടത്തില്ല ഗൈസ്. എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടി നിൽക്കുന്ന ഒരു പാർട്ട്ണറിന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. പക്ഷെ ചേട്ടൻ എന്റെ നാച്ചുറൽ ഹെയർ ആണ് ഗൈസ് ഇഷ്ടം. ഈ കാര്യത്തിൽ ചേട്ടന് കുറച്ച് ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിലും ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കരുത് എന്നുള്ള ഒരു പോളിസി ആൾക്കുള്ളത് കൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ ചേട്ടൻ ഇതാ വിശപ്പാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായ ബുർജൽ മന്തിയിലേക്ക് വന്നു. ഇവിടുത്തെ മന്തി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നല്ല ഒതന്റിക് ടേസ്റ്റ് ആണ്. വേറെ ഒരുപാട് സ്പോട്ടിൽ നിന്ന് ഞാൻ മന്തി ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഇവിടുത്തെ മന്തിയുടെ ഫ്ലേവർ മാത്രമേ എനിക്ക് ഇഷ്ടമാവാറുള്ളൂ. നമ്മൾ എല്ലാ പ്രാവശ്യവും വീക്കെൻഡ് ആകുമ്പോൾ ഇവിടെ നിന്ന് മന്തി കഴിക്കാറുണ്ട്. ഇതുവരെ മിസ്സാക്കിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഷവർമ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. നല്ല ഫില്ലിങ്സും ജ്യൂസിയും ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവിടുത്തെ മന്തി ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. കഴുത്തോളം വരെ കഴിച്ചു ഗൈസ്. ഇനി എന്തായാലും 2-3 മണിക്കൂറത്തേക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഇനി മന്തിയെ പറ്റി പറഞ്ഞാൽ ഇത് ഫുഡ് ബ്ലോഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്ത് നേരെ ഫെയർ സലൂണിലേക്ക് എത്തി. ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ കൂടെ സലൂണിലേക്ക് വരുന്നത്. ചേട്ടൻ വിചാരിച്ചു ഞാനേത് വലിയ റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ആംബിയൻസ് അത്ര അടിപൊളിയാണ് കേട്ടോ. പിന്നെ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ വേൾഡ് ലാർജസ്റ്റ് സലൂൺ എന്നുള്ളൊരു ബോർഡ് കാണാം. ഈ ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നിപ്പോ. അവരുടെ കൺസ്ട്രക്ഷൻ വർക്കും ഇന്റീരിയേഴ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി ഏത് കളറാണ് ചെയ്യേണ്ടതെന്ന് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കൊണ്ടുവന്ന 2-3 റെഫറൻസ് പിക്ചർ കാണിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കത് അത്ര സ്യൂട്ട് ആവില്ലാന്ന്. ചേട്ടൻ പിന്നെയും എന്ന് പറയുമ്പോൾ അവിടുത്തെ ബയ്യും എന്റെ നാച്ചുറൽ ഹെയറിനെ പറ്റി പൊക്കിയടിക്കുമായിരുന്നു. ഞാൻ കാണിച്ച കളർ എനിക്ക് ലുക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ ചെയ്തു തരാമെന്ന്. ഫ്രണ്ട് പോർഷൻ ഫുള്ളി കളർ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. എന്റെ വാക്ക് കേട്ട ആൾക്ക് കൊളാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആള് പ്രൊഫഷണലി ആണ് മൂവ് ചെയ്തത്. 15 മിനിറ്റ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ മുക്കും മൂലയും എങ്ങനെ ചെയ്യാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഞാൻ ഫറൂഖ് ബയ്യയുടെ വഴിക്കായി. അത് കഴിഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ടെൻഷനും എക്സൈറ്റ്മെന്റും എല്ലാം എന്റെ ഫേസിലുണ്ടായിരുന്നു. ബിക്കോസ് കളർ ചെയ്ത് കൊളായി കഴിഞ്ഞാൽ അച്ഛൻ വീട്ടിൽ കയറ്റൂല ഗൈസ്. പിന്നെ ആ ചീത്ത മൊത്തം കേൾക്കേണ്ടി വരും ആ കളർ പോകുന്നവരെ. വീഡിയോ എടുത്തരാന്ന് പറഞ്ഞ് കൂടെ വന്ന ആള് മന്തിയും തട്ടി എവിടെയോ പോയി കിടന്നുറങ്ങി. ക്ഷമാശീലം എനിക്ക് തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമൊക്കെ ഓൺ ചെയ്ത് നോക്കാൻ കേട്ടോ എന്ത് കളറാ ചെയ്തതെന്നൊക്കെ. അപ്പോഴാണ് ചേട്ടൻ വന്നിട്ട് ഇത് എന്ത് കളറാ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓരോന്ന് പറയുമായിരുന്നു ഗൈസ്. പിന്നെ കൊളായി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല റിയാക്ഷൻ എന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്നെ പറ്റിക്കുവാണെന്ന്. അങ്ങനെ 1/2 അവർ വെയിറ്റിംഗ് കഴിഞ്ഞ് ഹെയർ വാഷിൽ എത്തിയിട്ടുണ്ട്. ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ നല്ല ടെൻഷൻ ആയിട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം ചേട്ടൻ എന്നെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, അവർ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമുക്ക് സ്യൂട്ട് ആവുന്ന ഹെയർ കളർ, ഹെയർ കട്ട് എല്ലാം അവർ സെലക്റ്റീവ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ എല്ലാ സർവീസിനും നല്ല അഫോർഡബിൾ റേഞ്ചും ആണ്. എനിക്ക് ഹെയർ കളർ പ്ലസ് ഹെയർ കട്ട് രണ്ടും കൂടി 2600 ആയിട്ടുള്ളൂ. ഞാൻ ഏത് ഹെയർ കളറാണ് ചെയ്തതെന്ന് അറിയണമെന്നുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ജ്യോതിക ഫാനാണ് കേട്ടോ. ഓരോ ഫിലിം കാണുമ്പോഴും അതുപോലെ കളർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ സാധിച്ചത്. അങ്ങനെ ഹെയർ ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഹെയർ സെറ്റ് ചെയ്യണം കേട്ടോ. അതേ കളറൊക്കെ വിസിബിൾ ആയി തുടങ്ങി. ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമായി. ഞാൻ എക്സ്പെക്ട് ചെയ്തക്കാളും അടിപൊളിയായിട്ട് വന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈം ചെയ്ത സെയിം കളറാണോന്ന്. പിന്നെ സൺലൈറ്റിൽ നോക്കിയപ്പോൾ എന്റെ ആളി ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. സൺലൈറ്റിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ജ്യോതികനെ പോലെയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഹെയർ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണേ. ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കല്ലേ. അങ്ങനെ ഫറൂഖ് ഭയ്യ ക്യാമറ ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തെന്ന് കേട്ടോ. ക്യാമറയിലൊക്കെ ഹെയർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണല്ലേ. അങ്ങനെ ക്യാമറയിൽ എന്റെ വീഡിയോനെ കണ്ട് ഞാൻ തന്നെ എൻജോയ് ചെയ്യുമായിരുന്നു ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ലുക്ക്. ഫ്രണ്ട് പോർഷൻ മൊത്തത്തിൽ കളർ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഇതാണ് അടിപൊളിയെന്ന് ഫീൽ ചെയ്തു. ഇനി വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാം. ഒരു പ്രാവശ്യം ചെയ്തത് ഓക്കെ, അതെല്ലാം പോയി കറക്റ്റായിട്ട് വന്നതല്ലേ. ഇനി നല്ല വെളിച്ചെണ്ണയോ ഇതെന്താ ചെമ്പരത്തി ഇലയോ താളി ഇലയൊക്കെ തേച്ച് അതിനെ കോതി കറുപ്പിച്ച് നല്ല സുന്ദരമായിട്ട് പൂവൊക്കെ ചെയ്യുന്നത്. അതാണ് മലയാളി പെണ്ണിന് പറ്റുക. ഇത് മദാമകളെ പോലെ ബ്രൗണും അടിച്ച് ഒന്നും മലയാളി പെൺപിള്ളേർക്ക് ചേർന്നതല്ല. ഇതിന് വെറുതെ നല്ലൊരു മുടി എന്തിനു വെറുതെ ബ്രൗൺ അടിച്ചില്ലാതാക്കണം? അതിനും കെമിക്കലല്ലേ. കൊള്ളൂല എന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ അനാവശ്യമായിട്ട് അതെന്നെ പറഞ്ഞ് രണ്ടുപേരും കൊള്ളാം, ഭാര്യയും കൊള്ളാം, ഭർത്താവും കൊള്ളാം. ഇനി അച്ഛന് പറയാൻ അവകാശമൊന്നുമില്ല. ഞാൻ പറയുന്ന പോലെ നീ കേളോ, നീ പറയുന്ന പോലെ അവൻ കേൾക്കണം. ചെയ്യാം. പിന്നെ കുറെ കഴിയുമ്പോൾ മുടിയെല്ലാം തൊഴിഞ്ഞ് പോകുമ്പോൾ അപ്പം അങ്ങനെ മുടിയെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിടത്തുന്നു. മുടിയെല്ലാം എല്ലാം കൊഴിഞ്ഞു പോകും. പിന്നെ വിഗ്, പെണ്ണുങ്ങൾക്ക് വിഗുണ്ട്, നല്ല നല്ല വെറൈറ്റി വിഗുകളുണ്ട്. വച്ച അറിയില്ല. മൂലത്തിന്റെ അവിടെ വരെ നീളമുള്ള വിഗുകളുണ്ട്. യൂട്യൂബിലൊന്നും ഇടണ്ട. നീ എല്ലാ പിള്ളേർ കളർ അടിക്കുന്ന പിള്ളേരും കൂടെ കഴിച്ചു. കണ്ടല്ലോ ഗൈസ്. അപ്പൊ കോളായിരുന്നെങ്കിലുള്ള കാര്യം പറയണ്ട. ഹെയർ കളർ ചെയ്ത് 4 days കഴിഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരെ ബൈ.